ബേസിക് കോൺസണൻസ് എങ്ങനെ എളുപ്പത്തിൽ മെമ്മറൈസ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ ബേസിക് കോൺസണന്റ് ആണ് ഗ. അത് ഒരു ഗണ്ണ് പോലെയാണ് ഇരിക്കുന്നത് എന്നോർത്താൽ മതി. ഗൺ പോലെ ഇരിക്കുന്ന ഗ. ഗൺ പോലെ ഇരിക്കുന്നത് സൗണ്ട്, അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഗ. പിന്നെ അവിടെ സൈഡിൽ കെ കൊടുത്തിട്ടുണ്ട്. അത് ബച്ചിന് വരുമ്പോൾ ഖ ആയിട്ടാണ് വരുന്നത്. അല്ലാതെ കോൺസണന്റ് ആയിട്ട് വരുമ്പം അത് ഗ ആണ് സൗണ്ട് ചെയ്യുന്നത്. ഗണ്ണിന്റെ ഷേപ്പ് അത് ഓർത്താൽ മതി, ഗ. ഇനി അടുത്തത് നോസ്. ഒരു നോസ് പോലെയല്ലേ അതിരിക്കുന്നത്. അപ്പം നോസ് പോലെ ഇരിക്കുന്നുണ്ട് ന സൗണ്ട്. അടുത്തത് ഡോറ് പോലെയല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് ഡ സൗണ്ട്. അടുത്തത് റാറ്റിൽ സ്നേക്ക്. റാറ്റിൽ സ്നേക്ക് പോലെയല്ലേ ഇരിക്കുന്നത്, ആ ഒരു കോൺസണന്റ്, അതുകൊണ്ട് റ് അല്ലെങ്കിൽ ല്. അത് ബിറ്റ്വീൻ ആറ് എല്ലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇനി അടുത്ത കോൺസണന്റ് അത് മ ആണ്. മാപ്പ് പോലെയാണ് അത് ഇരിക്കുന്നത്, ആ കോൺസണന്റ് ഇരിക്കുന്നത്.